ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മുടെ കയ്യിലുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ വളരെയധികം സ്മാർട്ടായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് എൻ്റെ ഇരിക്കുന്നത്. ഇതാണ് ഡൈസൻ്റെ ബിഗ് ബോൾ എന്ന് പറയുന്ന വാക്വം ക്ലീനർ കേട്ടോ. അപ്പോൾ ഈ ഒരു വാക്വം ക്ലീനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ള സക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ വളരെ കിടുക്കൻ ഡിസൈനാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഈ ഒരു ഡിസൈനിൽ തന്നെ ഒരുപാടധികം ക്വാളിറ്റീസും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ തന്നെ ഈ ഒരു ഡൈസൺ ബിഗ് ബോൾ വാക്വം ക്ലീനർ അൺബോക്സ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് ഈ ഒരു വാക്വം ക്ലീനറിൻ്റെ വാറൻറ്റി എന്ന് പറയുന്നത് 5 വർഷമാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് 5 വർഷം സ്വസ്ഥമായിട്ട് ഒന്നും പേടിക്കാതെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റും. അതും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വാറൻറ്റി കൊടുക്കുന്ന ഒരു വാക്വം ക്ലീനറും ഇത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം കേട്ടോ. വളരെ നീറ്റ് പാക്കേജിങ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഇത്രയും വൃത്തിക്ക് ഒരു സാധനം ഇന്നേ വരെ കിട്ടിയിട്ടില്ല. അത്രയ്ക്ക് പാക്കേജിങ്ങിൻ്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പുറത്തൊരു കാർഡ്ബോർഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു തട്ടോ മുട്ടോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത്രയും ക്വാളിറ്റി ആയിട്ടുള്ളൊരു പാക്കേജിങ് എനിക്ക് കിട്ടിയിട്ടില്ല, ഇത്രയും നീറ്റായിട്ട് കൈ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കിതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. കുറേയധികം സാധനങ്ങളുണ്ട് കേട്ടോ. ഫൈനലി അങ്ങനെ നമ്മുടെ വാക്വം ക്ലീനറിൻ്റെ സാധനങ്ങളെല്ലാം അൺബോക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോന്നായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം. ഒന്നാമത്തെന്ന് പറയുന്ന ടർബൈൻ ക്ലീനർ ഹെഡാണ്. ഇതെന്ന് പറയുന്ന ഹാർഡായിട്ടുള്ള ഫ്ലോറുകളും അതുപോലെ തന്നെ കാർപ്പറ്റും ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് നിങ്ങൾ ഈ കാണുന്നത്. രണ്ടാമതായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാട്രസ് ടൂളാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്, സോഫ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഉള്ളത് 2-in-1 കോമ്പിനേഷൻ ടൂളാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ യൂസേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ആയിട്ടുള്ള സ്പേസ്, കോർണേഴ്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റമാണ്. ഇതിൽ ഇങ്ങനെയും നമുക്ക് സക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ആയിട്ടൊരു സ്വിച്ച് ഉണ്ട് കേട്ടോ. ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും. ഇവിടെ ലോക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് 2-in-1 കോമ്പിനേഷൻ ടൂൾ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഇതാണ്ട് ഈ ഒരു ഐറ്റമാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഒരു കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ വാണ്ട് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന സാധനമാണ്. ഇത് നമ്മുടെ എല്ലാ ടൂൾസിനെയും ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ആദ്യം തന്നെ ഈ വാണ്ടിലേക്ക് ഈ സാധനം കണക്ട് ചെയ്യുന്നു. രണ്ടാമതായിട്ട് നമ്മുടെ ടൂൾസ് നമുക്കിവിടെ ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ടൂൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ടൈഡിയാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓരോരോ ടൂൾസായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ള ഒരു ടൂൾ ഹോൾഡറും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വാക്വം ക്ലീനറിൻ്റെ മെയിൻ യൂണിറ്റിലേക്ക് തന്നെ വരാം. ഇതാണ് ബിഗ് ബോൾ വാക്വം ക്ലീനറിന് പേര് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മെയിൻ സാധനം എന്ന് പറയുന്നത്. കണ്ടാലൊരു ബോൾ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ബോൾ മാത്രമല്ല, ഇതിൽ കുറച്ചധികം ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതാണ്ട് ഇങ്ങനെ ഉരുട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈസി അല്ലേ? അപ്പോൾ പറയിലൊക്കെ ഇങ്ങനെ ഉരുണ്ടായിരിക്കും പോകുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി വാക്വം ക്ലീനേഴ്സ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് മറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം തിരിച്ച് വെച്ചിട്ട് വേണം പിന്നെയും ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിന് ആ ഒരു പ്രശ്നമില്ല കേട്ടോ. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറിച്ചിട്ട് കഴിഞ്ഞാലും നൂന്ന് പഴയതുപോലെ തന്നെ ആവും എന്നുള്ളതാണ്. ഞാൻ എങ്ങനെയൊക്കെ വേണമെങ്കിലും നിങ്ങൾ മറിച്ചിട്ട് കാണിച്ചു തരാം. എങ്ങനെ മറിച്ചിട്ടാലും ഈ സാധനം തിരിച്ച് പഴയപടി വന്നിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ഒന്ന് മറിഞ്ഞു കഴിഞ്ഞാലും ഈ സാധനം പഴയ പോലെ നൂന്ന് വന്നിരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത കേട്ടോ. ഒരുപാടധികം ഫീച്ചേഴ്സ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇതാണ്. അടുത്തതായിട്ട് ഇതിനോടൊപ്പം തന്നെ കിട്ടുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ വാണ്ടും ഈ ഒരു ടൂളുമാണ് കേട്ടോ. ഇത് നമ്മൾ ഈ ഒരു വാക്വം ക്ലീനറിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓസ് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു സെറ്റപ്പ് വേറെ ഇല്ല. ജസ്റ്റ് ഇതിന് ഡൺ. അടുത്ത് ഈ ഒരു ഓസ് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാണ്ടിലേക്കാണ് കേട്ടോ. അതും ക്ലിക്ക് ടു ലോക്കാണ്. ജസ്റ്റ് നിങ്ങൾ അലൈൻ ചെയ്യുക, ലോക്ക്ഡ്. അപ്പോൾ ഒരു ക്ലിക്കിംഗ് സൗണ്ട് തന്നെ കേൾക്കാൻ വേണ്ടി നല്ല രസമുണ്ട്. ഇനി നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമുക്ക് നല്ല ഹൈറ്റുള്ള സ്ഥലത്തൊന്നും സ്റ്റൂളിൻ്റെ ആവശ്യമില്ല കേട്ടോ. കാര്യം ഇത് അത്രത്തോളം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു സ്വിച്ച് ഉണ്ട്. ഈ ഒരു സ്വിച്ചിൽ പ്രസ് ചെയ്തതിന് ശേഷം പുള്ളപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും 125 സെൻറ്റിമീറ്റർ വരെ. അപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഓരോരോ ഗ്രൂവ്സ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഈ ഗ്രൂവ്സിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് സ്റ്റൂളോ മറ്റ് സംഭവങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഓവർ ഹെഡായിട്ടുള്ള പല ക്ലീനിങ്ങുകളും വലകളും എല്ലാം നിങ്ങൾക്ക് സ്റ്റൂളോ മറ്റ് ടൂൾസോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വാക്വം ക്ലീനറുകളിൽ പ്രധാനമായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ കോഡാണ് കേട്ടോ. നോർമലി കോഡ്സ് എന്ന് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്തിടും, പിന്നെ ഇത്
തിരിച്ച് മടക്കി വയ്ക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. പക്ഷേ ഇതിനകത്ത് ആ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. എനിക്ക് ഈ ഒരു ഫീച്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോണെന്ന് പറയുന്നത് 22 ഫൂട്ട് ലോങ് ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് ആവശ്യാനുസരണം എവിടെ വേണമെങ്കിലും റൂമിൽ എത്തുന്ന രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഐ ആം സ്റ്റിൽ പുള്ളിങ്. 22 ഫൂട്ടാണ്. സോ ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദ 22 ഫൂട്ട്. അപ്പോൾ ഇനി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു വാക്വം ക്ലീനർ യൂസ് കഴിയുമ്പോഴത്തേക്ക് നമ്മളത് മടക്കി വയ്ക്കാനൊന്നും നിൽക്കേണ്ട. ഇവിടെ ആയിട്ടൊരു സ്വിച്ച് ഉണ്ട് കേട്ടോ, ഇതിൻ്റെ പിൻവശത്തായിട്ട് ദൈ കാണുന്നതാണ്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി റിട്രാക്റ്റ് ആവും. കണ്ടോ? ഇത്രയ്ക്ക് സിമ്പിളാണ് പരിപാടി. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പം കോഡ് വലിക്കുക, എത്ര വേണമെങ്കിലും വലിക്കുക. ആവശ്യം കഴിയുമ്പോൾ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സാധനം പഴയപടി തിരിച്ച് കയറിക്കോളും. പൊളിയല്ലേ? അപ്പോൾ ഇതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. റിട്രാക്റ്റബിൾ കോഡും ഈ ഒരു ഡൈസൻ്റെ ബിഗ് ബോൾ വാക്യത്തിൽ കിടിലം ഫീച്ചറാണ്. ഈ ഒരു ബിഗ് ബോൾ വാക്യത്തിനകത്ത് 2 ടയർ റേഡിയൽ സൈക്ലോൺ ടെക്നോളജിയാണ് വരുന്നത്. അതായത് 19 സൈക്ലോൺ ജനറേറ്റ് ചെയ്യുന്ന ഏകദേശം 205 എയർ വാട്ട്സ് ആണ് കേട്ടോ. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പവർ സെക്ഷനാണ്. ഈ ഒരു പവർ സെക്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി വളരെയധികം പവർഫുള്ളാണ്. ആ ഒരു എയർ വാട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കൽ ക്ലിയർ ചെയ്ത സ്പോട്ട് പിന്നെയും ക്ലിയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആ ഒരു പവർഫുൾനെസ്, അല്ലെങ്കിൽ ആ ഒരു പവറിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി നിങ്ങൾ അത്യാവശ്യം പൊടിയൊക്കെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബിൻ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അത് തന്നെ ഇതിൻ്റെ പിൻവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടൊരു സ്വിച്ച് ഉണ്ട്. ഈ ഒരു സ്വിച്ചിൽ നമുക്ക് ദാണ്ട് ഇവിടെ ആയിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം പൊക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഇതാണ് നിങ്ങളുടെ ബിൻ എന്ന് പറയുന്നത്. ഈ ഒരു ബിന്ന് ദാണ്ട് ഇവിടെ ആയിട്ടാണ് ഇരുന്നത്. ഇത് നമ്മൾ ഇവിടുന്ന് ഊരിയെടുത്തു, ക്ലിപ്പ് വഴിയാണ് ഊരിയെടുത്തത്. ജസ്റ്റ് ഒരു ഒറ്റ ക്ലിക്കിലാണ് കേട്ടോ. രണ്ടാമത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഡസ്റ്റിലോ ഈ ഒരു അൺഹൈജീനിക് ആയിട്ടുള്ള സംഭവത്തിലോ തൊടേണ്ട ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രത്യേകത. ഈ ഒരു ഹാൻഡിലായിട്ട് ഇവിടെ ആയിട്ട് പിടിക്കുക. ഇവിടെ ആയിട്ട് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്വിച്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കണ്ടോ, ഇവിടെ ആയിരിക്കും ഇതിൻ്റെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന. ഈ ഒരു ഡസ്റ്റ് അപ്പടി നമ്മുടെ ഡസ്റ്റ് ബിന്നിലേക്ക് പോകും. തിരിച്ച് നിങ്ങൾ ഇവിടെ ഒരിടത്തും തൊടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിനെ ഒന്ന് മടക്കി വയ്ക്കുക, ക്ലിക്ക് ചെയ്ത് ഒരു സൗണ്ട് കേൾക്കും, സംഭവം കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി എന്ന് പറയുന്നത്. തിരിച്ച് വയ്ക്കുക എന്ന് പറയുന്നതും സെയിം പരിപാടിയാണ്, സിമ്പിളാണ്. ഇതാണ്ടേ എങ്ങനെയാണോ എടുത്തത് അങ്ങനെ തന്നെ തിരിച്ച് വയ്ക്കുക, ഒരു ക്ലിക്കിംഗ് സൗണ്ട് കേൾക്കും, സംഭവം കഴിഞ്ഞു. ഇനി ഇതാണ് ഇതിൻ്റെ 360 ഡിഗ്രി ആർട്ടിക്കുലേഷൻ ഹാൻഡിൽ എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ, നിങ്ങൾക്ക് താഴേക്കോ മുകളിലേക്കോ ഇത് നീക്കാൻ പറ്റും, ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ നിങ്ങൾക്ക് നീക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലായിടവും ക്ലീൻ ചെയ്യാൻ പറ്റും. സീലിങ്ങും അതുപോലെ തന്നെ ഫർണിച്ചറിൻ്റെ ഇടയിലൊന്നും ഫർണിച്ചറൊന്നും എടുത്ത് മാറ്റേണ്ട ആവശ്യം വരത്തില്ല. മിക്കവാറും നിങ്ങൾക്ക് ഇത് വെച്ച് തന്നെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈസി ആയിട്ടുള്ള റൊട്ടേഷനാണ്, അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനും പറ്റും. സത്യം പറയാലോ, ഇത്രയും നാളെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള വാക്വം ക്ലീനറിൽ സ്മൂത്ത് ഹാൻഡ്ലിങ്ങും പവർഫുൾ സെക്ഷനും സ്മാർട്ട് ഫീച്ചേഴ്സും വരുന്ന മറ്റൊരു വാക്വം ക്ലീനർ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. 5 വർഷത്തെ വാറൻറ്റിയും 2 വർഷത്തെ ആക്സിഡൻ്റൽ പ്രൊട്ടക്ഷനും എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വാക്വം ക്ലീനറിനെ പറ്റിയിട്ടുള്ളൊരു അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ദിസ് ഈസ് ഡൈസൺ ബിഗ് ബോൾ. ബൈ.